ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോണത് അമ്പഴങ്ങ അച്ചാറാണ്. ഇപ്പോഴത്തെ ഈ ഒരു മഴ സീസണിലൊക്കെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും ചൂട് കഞ്ഞിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അമ്പഴങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഒട്ടും വെള്ളമൊന്നുമില്ല ഇതിൽ. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ അമ്പഴങ്ങ ഉപ്പിലിടുന്ന സമയത്തൊക്കെ നല്ല മൂപ്പ് കുറഞ്ഞിട്ടുള്ള അമ്പഴങ്ങ വേണം എടുക്കാനായിട്ട്. എനിക്കിവിടെ കുറച്ചിങ്ങനെ മൂപ്പ് വരാനായിട്ടുള്ളൊരു അമ്പഴങ്ങയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാതും ഇല്ല, ചിലത് മാത്രം. അപ്പോൾ ഞാൻ എല്ലാതൊന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചകിരി പോലൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുറം ഭാഗത്തുള്ള ആ ഒരു തൊലിയൊക്കെ ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറേ നാളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള അച്ചാറൊക്കെ ആണെങ്കിൽ നല്ലെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 5-10 വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 3/4 ടേബിൾ സ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 3/4 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും നമ്മളുടെ ഈ ഒരു അച്ചാറിന്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണം പോണ വരയ്ക്ക് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടുപ്പ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ടൊക്കെ പോവും. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനെഗർ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വിനെഗറൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വിനെഗറൊക്കെ തിളച്ചിട്ട് വന്നാലാണ് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ അതേ വിനെഗറൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അമ്പഴങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്ന അമ്പഴങ്ങയായിരുന്നു. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ ഇതിലിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേ അമ്പഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം. ഒട്ടും വെള്ളം നനവൊന്നുമില്ലാത്ത കുപ്പിയിൽ വേണം നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഈ ഒരു അച്ചാർ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കാവൂ. എന്നാലാണ് നല്ലോണം ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ എളുപ്പമല്ല ഈ ഒരു അമ്പഴങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.